ഇത് നമ്മുടെ ബ്ലോവറിൻ്റെ ഡീറ്റെയിൽസ് പറയുന്ന വീഡിയോ തന്നെയാണ്. നമുക്ക് ഷോർട്ട് വീഡിയോയിൽ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതേ നമ്മുടെ ബ്ലോവറിന് സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ടൈലിട്ട മുറ്റത്ത് മാത്രമേ പറ്റത്തുള്ളൂ, അല്ലാതെ മണ്ണുള്ളിടത്ത് പറ്റുമോ, ചിപ്സ് ഇട്ടേക്കുന്നിടത്ത് പറ്റുമോ, മെറ്റലുള്ളിടത്ത് പറ്റുമോ, അങ്ങനെ ഒരുപാട് ഡൗട്ട് ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഡൗട്ടിനെല്ലാം വേണ്ടിയിട്ടുള്ള മറുപടിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതേ നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് മുറ്റത്ത് വേണമെങ്കിലും ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ ടൈലിട്ട മുറ്റത്തിൽ പൊടിയും കൂടെ പോകാൻ വേണ്ടിയിട്ട് ഹൈ സ്പീഡിൽ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ അതല്ല, ആ ഹൈ സ്പീഡിൽ തന്നെ മെറ്റലിട്ട മുറ്റത്തിൽ ചെയ്താലും ഇല മാത്രമേ പോകത്തുള്ളൂ കേട്ടോ. പിന്നെ മൈന്യൂട്ടായിട്ടുള്ള പൊടിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പറക്കും. പക്ഷെ അതൊരിക്കലും നമുക്കൊരു അലർജി പ്രോബ്ലം ഉണ്ടാവത്തില്ല. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് അലർജി പ്രോബ്ലം ഉണ്ട്. അപ്പം ഈ പൊടി പറക്കുമ്പം കുറച്ച് ദൂരത്തായതുകൊണ്ട് തന്നെ നമ്മൾ മാസ്ക് ഒക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. എന്തായാലും മാസ്ക് യൂസ് ചെയ്യണം കേട്ടോ. അലർജി ഉള്ളവർ മാസ്ക് യൂസ് ചെയ്തിട്ട് തന്നെ ഇത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിതേ 1 തൊട്ട് 6 വരെയുള്ള സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് റിസ്മോൻ കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ഏതിൽ വെച്ചാലും ഇത് വേണ്ട ലീവ്സ് മൂവ് ചെയ്യുന്നുണ്ട്, ചവറ് പോകുന്നുണ്ട്. അപ്പം ചവറിൻ്റെ ഒരു സ്ട്രെങ്ത് അനുസരിച്ചിട്ട് നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക. കുറച്ച് അധികം ഉണ്ടെന്നുണ്ടെങ്കിലാണ് കേട്ടോ ഞാൻ 6 ചെയ്യുന്നത്. അതല്ല കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് 1 2 ഒക്കെ ഇട്ട് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ ബ്ലോവറിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത്. അതിപ്പോൾ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ഏകദേശം ഒരേപോലെ തന്നെയാണ് കേട്ടോ പ്രൈസ് വരുന്നത്. വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പിന്നെ ഓൺലൈനിലാണെങ്കിൽ ചില കമ്പനീസ് അതിന് കുറച്ച് റേറ്റൊക്കെ കൂട്ടിയെടുക്കുന്നുണ്ട്. നോർമൽ റേറ്റിൽ തന്നെ പർച്ചേസ് ചെയ്തെന്ന് വെച്ചാലും സാധനത്തിൻ്റെ ക്വാളിറ്റിക്ക് ഒരു വ്യത്യാസവും വരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ പർച്ചേസ് ചെയ്ത അതേ ബ്ലോവർ ഞാൻ ഓൺലൈനിൽ ചെക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നതും ഓഫ്ലൈൻ പർച്ചേസ് ചെയ്ത അതേ പ്രൈസ് തന്നെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ആ പ്രൈസ് നിങ്ങൾക്കിവിടെ ഷെയർ ചെയ്യാം. ഞാൻ വാങ്ങിച്ച ബ്ലോവറിന് 6000 രൂപയാണ് കേട്ടോ. ഞാൻ ആമസോണിൽ ചെക്ക് ചെയ്തപ്പോഴും കണ്ടത് 6000 രൂപ തന്നെയാണെന്നാണ്. ഡെലിവറി ചാർജും അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ വരുന്നതാകാനും ചാൻസ് ഉണ്ട്. എന്തായാലും ഒരു അപ്രോക്സിമേറ്റ് 6K ആയിരിക്കും ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്.